Hi friends, welcome to Kerala Tech Academy, Success in Your Hands. So ഇത് പവർ സിസ്റ്റത്തിൻ്റെ 4th ക്ലാസ്സാണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ട്രാൻസ്മിഷൻ ലൈൻ പാരാമീറ്റേഴ്സിലെ ആറും എല്ലും അതായത് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഡിസ്കസ് ചെയ്തു. അതുപോലെ നമ്മുടെ കണ്ടക്ടൻസിനെ കുറിച്ച് പറഞ്ഞു, നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നതാണെന്ന്. സോ ഇനി നമ്മൾ അടുത്തൊരു പാരാമീറ്റർ ഏതാണ്? കപ്പാസിറ്റൻസ്. ഓക്കെ, സോ ഇന്ന് നമ്മൾ കപ്പാസിറ്റൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ RLC പാരാമീറ്റർ എന്നുള്ള ടോപ്പിക്ക് തീർന്നു. സോ അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച രണ്ട് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അത് നമ്മുടെ ട്രാൻസ്പോസിഷനെ കുറിച്ച് ചോദിച്ചിട്ടുള്ള PSC ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന രണ്ട് ചോദ്യങ്ങളാണിത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ട്രാൻസ്മിഷൻ ലൈൻസ് ആർ ട്രാൻസ്പോസ്ഡ് ടു. സോ 4 ഓപ്ഷൻസ് ഉണ്ട്. റെഡ്യൂസ് കോപ്പർ ലോസ്, റെഡ്യൂസ് സ്കിൻ എഫക്റ്റ്, പ്രിവെൻറ്റ് ഇൻ്റർഫറൻസ് ഫ്രം ദി നെയ്ബറിംഗ് ടെലിഫോൺ ലൈൻസ്, അതുപോലെ ഓപ്ഷൻ ഡി പ്രിവെൻറ്റ് ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ എനി ടു ലൈൻസ്. അതിൽ നമുക്ക് ഈസി ആയിട്ട് ഉത്തരം എഴുതാൻ പറ്റും എന്താണ്? ഓപ്ഷൻ സി, അതായത് പ്രിവെൻറ്റ് ഇൻ്റർഫറൻസ് വിത്ത് നെയ്ബറിംഗ് ലൈൻസ്, ടെലിഫോൺ ലൈൻസ്. സോ ഇത് ഡയറക്റ്റായിട്ട് PSC പല എക്സാമിനും ചോദിച്ചിട്ടില്ലാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ് ഇൻസ്ട്രക്ടർ ഗ്രേഡ് 1 എക്സാമിനാണെന്ന് തോന്നുന്നു ഇത് ചോദിച്ചിട്ടുള്ളത് ഈ ക്വസ്റ്റ്യൻ. സോ അതിന് മുമ്പ് എനിക്കൊന്ന് KSEBയിലോ അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറിലാണോ ഈ ചോദ്യം വന്നിട്ടുണ്ട്. അതായത് ട്രാൻസ്പോസിഷൻ ഓഫ് ഓവർ ഹെഡ് ലൈൻ ഈസ് ഡൺ ടു എന്തൊക്കെ ഓപ്ഷൻസ്? ടു റെഡ്യൂസ് ദ കണ്ടക്ടർ മെറ്റീരിയൽ, ടു മേക്ക് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഈച്ച് ലൈൻ ദ സെയിം, ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് സപ്പോർട്ടിംഗ് സ്ട്രക്ചേഴ്സ്, നൺ ഓഫ് ദ എബോവ്. സോ ആ ക്ലാസ് കണ്ടവർക്ക് ഓർമ്മയുണ്ടാവും. ഉത്തരം എന്താണ്? ഓപ്ഷൻ ബി ആണ്. അതായത് ടു മേക്ക് ദ വോൾട്ടേജ് ഡ്രോപ്പ് ഇൻ ഈച്ച് ലൈൻ ദ സെയിം. പലരും എന്താ ചെയ്യുക വെച്ചാൽ ട്രാൻസ്പോസിഷൻ പഠിക്കുമ്പോൾ ആകെ പഠിച്ച് പോകുന്നൊരു പോയിന്റ് വരുന്നത് മാത്രമാണ് ഇതാണ് പ്രിവെൻറ്റ് ഇൻ്റർഫറൻസ് വിത്ത് നെയ്ബറിംഗ് ടെലിഫോൺ ലൈൻസ്. സോ അങ്ങനെ പഠിച്ചു പോയാൽ എന്ത് ചെയ്യുക വെച്ചാൽ ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബവ് കുത്തിയിട്ട് വരും. സോ അത് ശ്രദ്ധിക്കണം. നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാണ് എങ്ങനെയാണ് വോൾട്ടേജ് ഡ്രോപ്പ് ഈക്വൽ ആവുന്നത്. അതായത് നമ്മൾ ട്രാൻസ്മിഷൻ ചെയ്യുന്ന വഴി നമുക്ക് ഓരോ ലൈൻ്റെതും ഇൻഡക്റ്റൻസ് സെയിം ആക്കാൻ പറ്റും. സോ അതുകൊണ്ടുണ്ടാകുന്ന ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഈക്വൽ ആക്കാൻ പറ്റും ഓരോ ഫേസിലും. സോ അതുവഴി നമുക്ക് എന്താ പറയുക ഓരോ ഫേസിലെയും വോൾട്ടേജ് ഡ്രോപ്പ് സെയിം ആക്കാം എന്നുള്ള കാര്യം കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും അത് ക്ലാസ് കാണാത്തവരുണ്ടെങ്കിൽ ദയവേത് കണ്ടതിന് ശേഷം മാത്രം ഈ ക്ലാസ് കാണുക. സോ എല്ലാവരും ഇത് ഓർക്കുന്നത് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, സോ ഉത്തരം ബി ആണ്. ആദ്യത്തിൻ്റെ ഉത്തരം സി ആണ്. സോ അത് ഇത്രയേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഡയറക്റ്റ് തിയറി ക്വസ്റ്റ്യൻസ് മാത്രമേ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടുള്ളൂ. എന്നാലും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ എന്താണ് അവർ ചോദിക്കുക എന്നുള്ള കുറച്ചും കൂടി ടഫാകാൻ സാധ്യത ഉണ്ടെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചുകൂടി പ്രോബ്ലമാറ്റിക് കാണാൻ ചിലപ്പോൾ പ്രോബ്ലംസ് വരാം. ഓക്കെ, സോ നമുക്ക് കപ്പാസിറ്റൻസിലേക്ക് പോകാം. സോ നമുക്കറിയാം എന്താ പറയുക ഒരു കണ്ടക്ടറിലൂടെ ഒരു AC കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് അതിനകത്ത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസും അതുപോലെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസും ഉണ്ടാകും. സോ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാരണമാണ് നമുക്കറിയാം എന്താ ഇൻഡക്റ്റൻസ് ഉണ്ടാകുന്നതും. സോ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ ഇനി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കാരണം ഉണ്ടാകുന്ന കപ്പാസിറ്റൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സപ്പോസ് ഇതൊരു കണ്ടക്ടറാണ്. സപ്പോസ് ഇതിൻ്റെ റേഡിയസ് R ആണെന്ന് വെക്കുക. ഓക്കെ, സോ ഞാൻ ഒരു പോയിൻ്റ് A കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ഒരു പോയിൻ്റ് A കൺസിഡർ അറ്റ് ഡിസ്റ്റൻസ് D. ഓക്കെ, സോ നമുക്ക് കാണേണ്ടത് വെച്ചാൽ ഈ പോയിന്റിലുള്ള നമുക്ക് ഈ ഒരു ലൈനിൻ്റെ കപ്പാസിറ്റൻസ് കാണണം. സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? Q = CV. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന ഇക്വേഷനാണ്. സോ എന്താണ് Q വെച്ച് നമുക്കറിയാം ചാർജ്, C is the capacitance and V is the potential at a point. സോ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ A എന്ന പോയിന്റിൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കണം. സോ ഒരു ചാർജ് Q വാല്യൂ നമുക്കറിയാം. സോ അതുകൊണ്ട് നമുക്ക് Q/V ചെയ്താൽ എന്ത് കിട്ടും? നമുക്ക് ഈ കപ്പാസിറ്റൻസ് എന്നുള്ള വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, സോ കപ്പാസിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെന്തായിരിക്കും ഇതിനകത്തൊരു ചാർജ് Q ഉണ്ട്, അത് ഡിവൈഡ് ബൈ ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ A എന്നുള്ള പോയിന്റിലെ പൊട്ടൻഷ്യൽ ചെയ്താൽ നമുക്ക് ഈ ലൈൻ കപ്പാസിറ്റൻസ് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് അറിയേണ്ടത് എങ്ങനെ നമ്മൾ ഈ പറഞ്ഞ VA അതായത് ഈ ഇവിടുത്തെ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുന്നതാണ് അറിയേണ്ടത്. സോ അതിനു വേണ്ടി ചെയ്യേണ്ടത് കാണിച്ചാൽ നമ്മൾ ഇവിടുത്തെ ഈ ഒരു പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ കണ്ടുപിടിക്കണം. എന്നിട്ട് ആ ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ E/dx എന്ന് വെച്ചാൽ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. സോ ആ ഡിസ്റ്റൻസ് ചെയ്താൽ നമുക്ക് അവിടുത്തെ പൊട്ടൻഷ്യൽ വാല്യൂ കിട്ടും. ഈ ഒരു പോയിന്റിലെ പൊട്ടൻഷ്യൽ കിട്ടാൻ വേണ്ടി ചെയ്യേണ്ട കാര്യം ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കുക, അത് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുക. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയുക ഇവിടുത്തെ പൊട്ടൻഷ്യൽ കിട്ടും ഈ ഒരു പോയിന്റിൽ. സോ അത് നമ്മൾ എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം എന്നുള്ളതിൻ്റെ ഇക്വേഷനാണിത്. E = Q/2
2 pi epsilon x. എക്സ് എന്നുള്ളത് സപ്പോസ് ഇവിടെ നിന്ന് ഇവിടത്തേക്കുള്ള ദൂരമാണെന്ന് വിചാരിക്കാം കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഇവിടെ എന്താണ് ഈ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സോ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻറ്റു ഡി എക്സ് വെച്ച് ചെയ്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, എന്താണ് ക്യൂ ബൈ 2 pi എപ്സിലോൺ എക്സ് ഇൻറ്റു ഡി എക്സ്. എന്താണ് നമ്മൾ വി എ കണ്ടുപിടിക്കുക, വി എ ഇസ് ഈക്വൽ ടു ഓക്കെ. സോ ഇത് ഈ ഒരു ഇൻറ്റഗ്രേഷനാണ് നമുക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമ്മൾ എവിടുന്ന് എവിടത്തേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യും, നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട പോയിന്റ് സപ്പോസ് ഇത് സെൻറ്റർ 0 ആണെങ്കിൽ, സോ നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ട പോയിന്റ് വെച്ചാൽ 0 ടു എവിടം വരെ, ഈ ഡിസ്റ്റൻസ് ഡി, സപ്പോസ് ഇവിടെ നിന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് ഡി അല്ലെങ്കിൽ എക്സ് എന്താ ആയിക്കോട്ടെ, ഡി ആണെന്ന് വെക്കാം. ഓക്കെ, സോ ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് ഡിയിലേക്കാണ് നമുക്കിത് ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ മുമ്പ് പഠിച്ചൊരു പോയിന്റ് ഉണ്ട്, അതായത് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് 0. അതായത് ഈ ഒരു കണ്ടക്ടർ എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇതിൻ്റെ സർഫേസിലേക്ക് എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ പ്ലസ് ചാർജസ് ഒക്കെ ഇവിടെ അക്യുമുലേറ്റ് ചെയ്യും. അത് ഇതിനകത്ത് സംഭവിക്കുന്ന റിപ്പൽഷനും ഇതിനകത്തുള്ള ആറ്റംസിനകത്തുള്ള പോസിറ്റീവ് ചാർജസിന് റിപ്പൽഷൻ കാരണം ഈ പോസിറ്റീവ് ചാർജൊക്കെ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതുപോലെ ഇതിൻ്റെ സർഫേസിൽ വന്നിട്ട് അക്യുമുലേറ്റ് ചെയ്യും. ഓക്കെ, സോ നമുക്കറിയാം എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. സപ്പോസ് ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടുന്ന് പുറത്തേക്ക് ഇങ്ങനെ റേഡിയലി പുറത്തേക്കായിരിക്കും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോവുക. ഇതൊരു പുറത്തേക്കാണ് പ്ലസ് ചാർജ് ആണെങ്കിൽ. ഓക്കെ, ഇനി നേരെ മറിച്ച് ഇതൊരു നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ എന്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ റേഡിയലി ഇൻവേർഡ്സ് ആയിരിക്കും വരിക. ഓക്കെ, അതായത് ഒരു പ്ലസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ റേഡിയലി ഔട്ട്വേർഡ്സും, ഒരു മൈനസ് ചാർജ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഒക്കെ റേഡിയലി ഇൻവേർഡ്സും ആയിരിക്കും വരിക. അത് നമുക്ക് പണ്ട് പ്ലസ് ടുവിലൊക്കെ പഠിക്കുന്നതാണ്, ഇലക്ട്രോസ്റ്റാറ്റിക്സിലൊക്കെ. സോ അങ്ങനെ നോക്കിയാണ് നമുക്കറിയാം എന്താണ് ഇവിടെ ഇപ്പോൾ ഒരു പ്ലസ് ചാർജ് ഇവിടെയൊക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ട് വെക്കുക. സോ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ റേഡിയലി ഔട്ട്വേർഡ്സ് ആയിരിക്കും ഇതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഫ്ലോ ചെയ്യുക. ഓക്കെ, എന്ന് വെച്ചാൽ അർത്ഥം ഈ കണ്ടക്ടറിൻ്റെ ഇൻസൈഡ്, ഇത് ഗോസസ് ലോ തിയറാണ്. സോ ഇതിൻ്റെ ഇൻസൈഡ് എന്തായിരിക്കും ഇലക്ട്രിക് ഫീൽഡ് വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും, അത് ഈ കണ്ടക്ടറിൻ്റെ സർഫേസിനകത്ത്. സോ നമ്മളൊരു പോയിൻ്റായിട്ട് പഠിക്കാറുണ്ട് എന്താ, ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എ കണ്ടക്ടർ ഈസ് ഓൾവേസ് 0. സോ ഇതിനകത്തുള്ള ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. സോ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈ 0 ടു ഡി വരെ നമ്മൾ എന്താ പറയുക ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇവിടുന്ന് ഇവിടം വരെ ഡിസ്റ്റൻസ് എത്രയാണ്, 6 ആണ്. അതായത് റേഡിയസിൻ്റെ കണ്ടക്ടർ റേഡിയസ് കഴിഞ്ഞ് ബാക്കിയുള്ള ഡിസ്റ്റൻസ്, അതായത് ഫ്രം പോയിന്റ് ആർ ടു ഡി മാത്രം നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി പറയാം. അതായത് നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത് 0 ടു ഡി വരെയാണ്. പക്ഷേ ഈ 0 ടു ആർ എന്ന് പറയുന്ന പോയിന്റ് വരെ എന്താ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് 0 ആണ്. നമ്മൾ എന്താ ഇൻറ്റിഗ്രേറ്റ് ചെയ്യേണ്ടത്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡാണ് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ അത് ഈ ഒരു റീജിയനിൽ 0 ആണ്. ഈ കണ്ടക്ടറിൻ്റെ പുറത്ത്, സർഫേസിൻ്റെ പുറത്ത് മാത്രമേ നമുക്കിത് ഇൻറ്റിഗ്രേഷൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ, കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം ഇതിനകത്തുള്ളത് 0 ആണ്. സോ അതുകൊണ്ട് നമ്മൾ 0 ടു ഡി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആർ ടു ഡി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നു. കാരണം 0 ടു ആർ ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് ബന്ധപ്പെട്ട് നമുക്ക് 0 എന്ന് കിട്ടും ഇവിടെ ഇലക്ട്രിക് ഫീൽഡ്. സോ അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമ്മളിനി ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്യാൻ നോക്കുക. ഇത് ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ്. എന്താ, ക്യൂ ബൈ, അതായത് ഇവിടെ ഞാൻ ക്യൂ ബൈ 2 pi എപ്സിലോൺ പുറത്തെടുത്തു. ബാക്കി എന്താ 1/x dx. സോ 1/xൻ്റെ ഇൻറ്റിഗ്രേഷൻ എന്താ, ലോഗ് എക്സ് ആണ്. സോ ആ ലോഗ് എക്സിന് വരെ ഞാൻ ഡിയും ആറും വാല്യൂ എടുക്കുമ്പോൾ ലോഗ് ഡി മൈനസ് ലോഗ് ആർ എന്ന് കിട്ടും. അതായത് ലോഗ് ഓഫ് ഡി ബൈ ആർ. അതാണ് ഈ കാണിച്ചിരിക്കുന്ന ഇക്വേഷൻ. ആൻഡ് ഓക്കെ, സോ നമുക്കിങ്ങനെ ഈ പൊട്ടൻഷ്യൽ വോൾട്ടേജ് കിട്ടി, വി എ എന്നുള്ള വോൾട്ടേജ് കിട്ടി. അതിൻ്റെ വാല്യൂ എത്രയാണ്, ക്യൂ ബൈ 2 pi എപ്സിലോൺ ലോഗ് ഡി ബൈ ആർ. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഈ എപ്സിലോൺ എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എപ്സിലോൺ ഈസ് ഈക്വൽ ടു എന്താ, എപ്സിലോൺ നോട്ട് എപ്സിലോൺ ആർ എന്നുള്ള വാല്യൂ. അത് ഓർത്തിരിക്കുക കേട്ടോ, അതെല്ലാവർക്കും അറിയായിരിക്കും. അത് തന്നെ നമ്മൾ പെർമിറ്റിവിറ്റി ഓഫ് ഫ്രീ സ്പേസ് എന്ന് പറയും, ഇതിന് നമ്മൾ റിലേറ്റീവ് പെർമിറ്റിവിറ്റി പറയും. സോ ഇത് രണ്ടും കൂടിയിട്ട് നമ്മൾ പെർമിറ്റിവിറ്റി എന്നുള്ള വാക്ക് എപ്സിലോൺ ഡിനോട്ട് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ എന്താ 2 pi എപ്സിലോൺ ലോഗ് ഓഫ് ഡി ബൈ ആർ. അപ്പോൾ നമുക്ക് എന്താ കിട്ടി, വി എ കിട്ടി, അതായത് പൊട്ടൻഷ്യൽ അറ്റ് ദിസ് പോയിന്റ് കിട്ടി. ഇനി സപ്പോസ് ഇതിൻ്റെ ചാർജ് ക്യൂ ആണെങ്കിൽ നമുക്ക് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ക്യൂ ബൈ എന്താ ഈ പറഞ്ഞ വി എ എന്നുള്ള ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും,
സി അറ്റ് പോയിൻ്റ് എ എന്ന് കിട്ടും. ഓക്കെ, അത്ര മാത്രമേ ചെയ്യാനുള്ളൂ ഇനി. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, സി കണ്ടുപിടിക്കുകയാണ്. സി ഈക്വൽ ടു ക്യൂ ബൈ ഇത് ചെയ്യാണ്. സോ എന്തായി, ക്യൂവും ക്യാൻസൽ ചെയ്ത് പോയി. ബാക്കി എന്ത് വരും, ഈ ഡിനോമിനേറ്റർ ഉള്ളത് ന്യൂമറേറ്റർ പോകും. സോ സി ഈസ് ഈക്വൽ ടു 2πε/log d/r ഫാരഡ് പെർ മീറ്റർ. ശ്രദ്ധിക്കുക, യൂണിറ്റ് ശ്രദ്ധിക്കുക, ഫാരഡ് പെർ മീറ്റർ. സോ ഒരു ഇക്വേഷനാണ്, ഇതാണ് കപ്പാസിറ്റൻസിൻ്റെ, ഒരു സിംഗിൾ വയർ കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. അത് 2πε/log d/r ഫാരഡ്സ് പെർ മീറ്റർ. ഇതും ഇൻഡക്ടറിൻ്റെ ഇക്വേഷനായിട്ട് നമ്മളൊരു വ്യത്യാസം ശ്രദ്ധിക്കേണ്ടത്, ഈ ആർ ആണ് ഇവിടെ കേട്ടോ. ഇൻഡക്ടറിൻ്റെ കേസിൽ ഇത് r' ആയിരുന്നു. ഇൻഡക്ടറിൻ്റെ കേസിൽ r' വരാൻ കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ടാണ്, നമുക്ക് ഇൻറ്റേർണൽ ഫ്ലക്സ് ലിങ്കേജും ഉണ്ടാകും, എക്സ്റ്റേണൽ ഫ്ലക്സ് ലിങ്കേജും ഉണ്ടാകും. പക്ഷേ ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേസിൽ ഇൻറ്റേർണലി ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ വാല്യൂ r' ആയി മാറില്ല. ഓക്കെ, സോ ഇൻഡക്ടൻസിൻ്റെ കേസിൽ നമുക്കറിയാം എന്താണ്, r' ആയിരുന്നു. r' ഈസ് ഈക്വൽ ടു e⁻⁴ ആയിരുന്നു r' വാല്യൂ. അത് ഇൻഡക്ടറിൻ്റെ കേസിൽ. പക്ഷേ ഇവിടെ അത് വരില്ല. കാരണം എന്താ, ഇവിടെ ഇൻറ്റേർണലി ഇലക്ട്രിക് ഫീൽഡ് ഇല്ല, എക്സ്റ്റേണലി മാത്രമേ ഇലക്ട്രിക് ഫീൽഡ് ഉള്ളൂ. അതുകൊണ്ട് എന്താ, പൊട്ടൻഷ്യൽ ഈ ഒരു പോയിന്റിൽ വരുമ്പോൾ ഇവിടുന്ന് ഇവിടത്തേക്കുള്ള വാല്യൂ മാത്രം നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. നേരെ മറിച്ച് ഇൻഡക്ടൻസിൻ്റെ കേസിൽ ഒരു കണ്ടക്ടറിൻ്റെ അകത്ത് ഇൻറ്റേർണൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായിരുന്നു, അതുപോലെ പുറത്തും ഇൻറ്റേർണൽ ഫ്ലക്സ് ലിങ്കേജ് ഉണ്ടായിരുന്നു. ഓക്കെ, ശ്രദ്ധിക്കാൻ മറക്കരുത്. അതുകൊണ്ട് ഇവിടെ log d/r എന്ന് മാത്രമേ വരുള്ളൂ. ഓക്കെ, ഇത്രയും പറയാനുള്ളൂ. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഓക്കെ, ഇനി 2 വരുന്നത് സെയിം ആട്ടോ, വ്യത്യാസമൊന്നുമില്ല. സെയിം നമ്മൾ ഇൻഡക്ടൻസ് കേസ് പഠിച്ച അതേപോലെ തന്നെയാണ്. നമുക്ക് നോക്കാം. സപ്പോസ് ഇവിടെ ഇപ്പോൾ 2 കണ്ടക്ടേഴ്സ് ഉണ്ട്, 2 വയേഴ്സ് ഉണ്ട്. സപ്പോസ് ഇതിൻ്റെ ചാർജ് ഞാൻ +q ആണെന്ന് നോക്കുക. ഓക്കെ, ഇതിൻ്റെ ചാർജ് -q ആണെന്ന് നോക്കുക. ഇതിൻ്റെ റേഡിയസ് rx-ഉം ഇതിൻ്റെ റേഡിയസ് ry ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇത് തമ്മിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് d ആണെന്ന് വിചാരിക്കുക, ഈ 2 ലൈൻസ് തമ്മിൽ. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. സോ ഞാൻ എന്താ വെച്ചാൽ ആദ്യം Vx, അതായത് ഈ ഒരു നമുക്ക് കാണേണ്ടത് വെച്ചാൽ C(xy) കണ്ടുപിടിക്കണം. C(xy) കണ്ടുപിടിക്കണം, കപ്പാസിറ്റൻസ് അക്രോസ് ഈ 2 ലൈൻസ്. പക്ഷേ അത് കണ്ടുപിടിക്കണം നമുക്ക് എന്ത് വേണം, നമുക്ക് Vxy എന്നുള്ള വാല്യൂ വേണം. അതായത് നേരത്തെ നമ്മൾ VA എന്നുള്ള വാല്യൂ കണ്ടുപിടിച്ചത്, അതുപോലെ ഇതിനകത്ത് Vxy എന്ന് വെച്ചാൽ ഇതിന് അക്രോസിലെ വാല്യൂ ആണ് Vxy. ഓക്കെ, സോ ഇത് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, സോ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ഉണ്ട്. Vx കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, Vx പൊട്ടൻഷ്യൽ കാണാം, Vy കാണാം, എന്നിട്ട് അത് തമ്മിൽ സബ്സ്ട്രാക്ട് ചെയ്യുക. സോ Vxy കിട്ടും. എത്രയാണ്, Vxy ഈസ് ഈക്വൽ ടു Vx - Vy എന്നുള്ള ഇക്വേഷൻ വാല്യൂ നമുക്ക് കിട്ടും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതിനുവേണ്ടി ഞാൻ എന്താ വെച്ചാൽ ആദ്യം Vx കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ നമുക്ക് കപ്പാസിറ്റൻസ് ഈ ഇക്വേഷനിലേക്ക് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് ഈ വാല്യൂസ്. സോ എന്താ, നമുക്ക് ആദ്യം പ്ലസ് ചാർജാണ്, Q ആണ്, ഇവിടെ +Q ആണല്ലോ ആദ്യം. സോ +Q ബൈ 2πε log d/rx. അതായത് ഒന്നുമില്ല, ഈ കണ്ടുപിടിച്ച ഇക്വേഷൻ, ഈ സെയിം ഇക്വേഷൻ, ഈ VA എന്നുള്ള ഇക്വേഷന് ഇവിടെ r-ന് പറഞ്ഞ് ഞാൻ എന്തിട്ടാണ് rx എന്നിട്ടാണ്. ഓക്കെ, അതുപോലെ ഇനി Vy ശ്രദ്ധിക്കേണ്ട കാരണം വെച്ചാൽ ഇവിടെ +Q ആയിരുന്നു, പക്ഷേ ഇവിടെ എന്താ, ഇവിടെ നിന്ന് -Q ആണ്. സോ ഇവിടെ നമ്മൾ എഴുതുമ്പോൾ -Q എന്നിടണം. സോ Vy എന്ത് വരും, Vy ഈസ് ഈക്വൽ ടു -Q ബൈ 2πε0 log d/ry. അതായത് ഇതിൻ്റെ റേഡിയസ് rx ആയതുകൊണ്ട് ഇവിടെ rx വന്നു, ഇതിൻ്റെ ry ആയതുകൊണ്ട് ഇവിടെ ry വന്നു. വേറെ വ്യത്യാസമൊന്നുമില്ല. വേറെ ആകെ വ്യത്യാസം വെച്ചാൽ ചാർജ് ശ്രദ്ധിക്കുക, ഇവിടെ -Q ചാർജാണ്, ഇത് +Q ചാർജാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ഈ 2 ഇക്വേഷൻ നമ്മൾ Vxy കണ്ടുപിടിക്കാൻ വേണ്ടി Vx - Vy ചെയ്യുന്നു. ഓക്കെ, സോ എന്താണ്, ഈ Q/2πε പുറത്ത് വരും, ബാക്കി എന്താ log d/rx മൈനസ്, പിന്നെ ഇവിടെ ഒരു മൈനസ് ഉണ്ട് കേട്ടോ, മൈനസ് വരും, അതുകൊണ്ട് ഇതൊരു ടോട്ടൽ പ്ലസ് ആവും. സോ എന്ത് വരും നമുക്ക്, അതായത് Q/2πε ഇൻറ്റു log d/rx പ്ലസ് log d/ry എന്ന് വരും. ഓക്കെ, സോ ഇതെങ്ങനെ പ്ലസ് വന്നെന്ന് മനസ്സിലായല്ലോ. കാരണം ഇവിടെ ഓൾറെഡി മൈനസ് ഉണ്ട്, അത് കൂടാതെ ഇവിടെ ഒരു മൈനസ് വരുന്നുണ്ട്. സോ അത് രണ്ടും കൂടി പ്ലസ് ആവും.
സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ബി നമുക്കൊരു ലോഗ് എ ഇൻറ്റു ബി എന്ന് എഴുതാം. സോ ഇതിന് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന ഇക്വേഷനാണ് വി എക്സ് വൈ ഇസ് ഈക്വൽ ടു ക്യൂ ബൈ 2π/0 ലോഗ് ഡി സ്ക്വയർ ബൈ ആർ വൈ ആർ എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഇതേപോലത്തെ ഒരു ഇക്വേഷൻ നമ്മൾ ഇൻഡക്റ്റൻസ് പഠിച്ചപ്പോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടുന്ന് എന്ത് ചെയ്തു? നമ്മൾ ലോഗ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ലോഗ് എക്സ് എന്നുള്ള ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ എന്ത് ചെയ്യാം? ഈ 2 പുറത്തേക്ക് എടുക്കാം. സോ 2 ഇവിടെ 2 വരും. 2q/2ε ലോഗ് ഇവിടെ റൂട്ട് വരും. ഓക്കെ, ഈ സ്ക്വയർ ഉണ്ടാവില്ല പിന്നെ. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ. സോ ഈ 2ഉം ക്യാൻസൽ ആയി പോയി. ബാക്കി എന്താ? q/πε നാച്ചുറൽ ലോഗരിതം ഓഫ് d/√r/rx. ഇത് നമുക്ക് എന്ത് കിട്ടി? ഈ വി എക്സ് വൈ എന്നുള്ള വാല്യൂ കിട്ടി. ഇനി നമുക്ക് എന്ത് കിട്ടണം? സി എക്സ് വൈ കണ്ടുപിടിക്കണം. സോ സി എക്സ് വൈ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? q/ ഈ പറഞ്ഞ വി എക്സ് വൈ ചെയ്താൽ മതി. ഓക്കെ, സോ അത് ചെയ്യുമ്പോൾ നമുക്കിത് ഫൈനൽ കിട്ടുന്ന ഇക്വേഷനാണിത്. സി എക്സ് വൈ ഇസ് ഈക്വൽ ടു πε ബൈ ലോഗ് d/√r/rx. ഇനി ഈ കേസിൽ സപ്പോസ് ആർ വൈയും ആർ എക്സും റേഡിയസ് ഈക്വൽ ആണെങ്കിൽ എന്ത് കിട്ടും? πε ബൈ ലോഗ് d/r എന്ന് മാത്രം കിട്ടും. അതായത് ആർ വൈ ഈക്വൽ ടു ആർ എക്സ് ഈക്വൽ ടു ആർ ആണെങ്കിൽ നാച്ചുറൽ ലോഗരിതം d/r ആയും മാറും ഇക്വേഷൻ Fm/m. സോ അതിന് തൊട്ട് മുമ്പ് കിട്ടിയ ഇക്വേഷൻ എന്താ? 2πε ലോഗ് d/r ആയിരുന്നു. ഇവിടെ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ πε ലോഗ് d/r ആയിരുന്നു. സോ നമുക്ക് ഇങ്ങനെ കൺക്ലൂഷൻ എഴുതാം. അതായത് കപ്പാസിറ്റൻസ് ഓഫ് 2 വയർ ഇസ് ഈക്വൽ ടു എന്താ? ഹാഫ് ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് സിംഗിൾ വയർ. നമ്മൾ മുമ്പ് ഇൻഡക്റ്റൻസ് പഠിച്ചപ്പോൾ നേരെ തിരിച്ചായിരുന്നു. ഇൻഡക്റ്റൻസ് ഓഫ് 2 വയർ ഇസ് ഈക്വൽ ടു 2 ടൈംസ് ഇൻഡക്റ്റൻസ് ഓഫ് സിംഗിൾ വയർ ആയിരുന്നു. പക്ഷേ ഈ കേസിൽ നേരെ തിരിച്ചാണ്. അതായത് കപ്പാസിറ്റൻസ് ഓഫ് 2 വയർ ഇസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് സിംഗിൾ വയർ ആണ്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക, തെറ്റിപ്പോയത് മാറിപ്പോയത്. അത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇനി ഈ കേസിൽ വേറൊരു പ്രോബ്ലം കൂടി വരാം. നമുക്കറിയാം ചിലപ്പോൾ രണ്ട് ലൈൻ ടു ലൈൻ കപ്പാസിറ്റൻസും വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ലൈൻ ടു ന്യൂട്രൽ കപ്പാസിറ്റൻസും വരാം. ഓക്കെ, സോ ലൈൻ ടു ലൈൻ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ടോ? ലൈൻ ടു ലൈൻ കപ്പാസിറ്റൻസിൻ്റെ വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് πε ബൈ ലോഗ് d/r എന്നുള്ള വാല്യൂ. ഇനി ലൈൻ ടു ന്യൂട്രൽ ആണെങ്കിൽ വരുന്ന ഇക്വേഷൻ ഇതിന് സെയിം ആണ്. സിംഗിൾ വയറിൻ്റെ സെയിം ഇതാണ് എന്താ പറയുക, ലൈൻ ടു ന്യൂട്രലിൻ്റെ വാല്യൂ. സോ അത് ശ്രദ്ധിക്കട്ടോ, അങ്ങനെയും ചോദിക്കാം. അത് അപ്പോൾ ഇവിടെ എന്ത് വരും? കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ ടു ലൈൻ ഈസ് ഈക്വൽ ടു ഹാഫ് ഓഫ് കപ്പാസിറ്റൻസ് ഓഫ് ലൈൻ ടു ന്യൂട്രൽ എന്നും വരാം. അത് ശ്രദ്ധിക്കുക, മാറിപ്പോരുത്. ഓക്കെ, അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട്, ഓർത്തിരിക്കുക. ലൈൻ ടു ന്യൂട്രലും ചോദിക്കാം. സോ ലൈൻ ടു ലൈൻ എന്ന് വെച്ചാൽ 2 വയർ സിസ്റ്റത്തിന് ഈക്വൽ ആണ്. ലൈൻ ടു ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ വയർ സിസ്റ്റത്തിന് ഈക്വൽ ആണ്. ഓക്കെ, സോ മൂവിങ് ഓൺ. ഇനി നമുക്ക് എന്താ അടുത്ത ഇക്വിസ്പേസ് 3 ഫേസ് ആണ്. അതായത് 3 ഫേസ് 3 വയറുകൾ ഇക്വലി സ്പേസ്ഡ് ആണ്. ഇതിൻ്റെയൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് d ആണെങ്കിൽ, അതുപോലെ ഇത് ഓരോന്നിൻ്റെയും റേഡിയസ് r ആണെങ്കിൽ എന്താ നമുക്ക് ഇൻഡക്റ്റൻസിൽ കിട്ടുന്നത് സെയിം അതേപോലെ തന്നെയാണ്. എന്താ? സി ഇസ് ഈക്വൽ ടു 2πε ലോഗ് d/r Fm. ഇത് നമ്മൾ എങ്ങനെ കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞതാണ്. അതായത് ഇൻഡക്റ്റൻസ് പഠനപ്പോൾ പറഞ്ഞാണ് എങ്ങനെയാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത്. സോ സെയിം നമ്മൾ എന്താ പറയുക, ഡിയും ആറൊക്കെ ചെയ്യേണ്ടത് ഒരു വ്യത്യാസമില്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ r' പകരം ഇവിടെ r വരും. ഇവിടെ ഇൻഡക്റ്റൻസിൻ്റെ കേസിൽ r' ആയിരുന്നു. സോ ജനറലൈസ്ഡ് ഇക്വേഷൻ ഇതും വ്യത്യാസമൊന്നുമില്ല. നമ്മൾ ഇൻഡക്റ്റൻസ് പറഞ്ഞ പോലെ തന്നെയാണ്. ഇവിടെ എന്താ? സി ഈക്വൽ ടു 2πε ബൈ ലോഗരിതം ഓഫ് മ്യൂച്വൽ GMD ബൈ സെൽഫ് GMD Fm. സോ ആകെ ഇക്വേഷനിലുള്ള ചെറിയൊരു വ്യത്യാസം മാത്രമേ നമ്മളെ കയ്യിലുള്ളൂ. ബാക്കിയൊക്കെ സെയിം ആണ്. ഇവിടെ മ്യൂച്വൽ GMD കാണേണ്ട രീതിയും സെൽഫ് GMD കാണേണ്ട രീതിയൊക്കെ സെയിം ആണ്. പക്ഷെ എന്താ വരും? സെൽഫ് GMD കാണുമ്പോൾ നമ്മൾ അവിടെ ചെയ്തത് r' ഇൻറ്റു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ അതിന് പകരം r വെച്ച് ചെയ്യേണ്ടത്. സോ r ഇൻറ്റു വെച്ച് ചെയ്താൽ നമുക്ക് സെൽഫ് GMD കിട്ടും. അതുപോലെ മ്യൂച്വൽ GMD എന്ന് പറയുന്നത് വേറെയാണ്, സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. ഓക്കെ, സോ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് ഇക്വേഷൻ മാത്രമാണ്. ഓക്കെ, സോ ഇത് ഇത്രയേ ഉള്ളൂ. ഇത് കഴിഞ്ഞു. ഇത് കപ്പാസിറ്റൻസിനകത്ത് ഇനി വേറെ പോയിന്റ് ഒന്നും പറയാനില്ല. സോ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ആറും r' മാറിപ്പോരുത്. അത് ഇൻഡക്റ്റൻസ് കേസിൽ മാത്രമേ r' വരൂ. ഇവിടെ r' വരില്ല, r മാത്രമേ വരുള്ളൂ. ഒരു കാര്യം ഓർത്തിരിക്കാം. ഓക്കെ,
സോ അപ്പോൾ നമ്മൾ RLC പാരാമീറ്റേഴ്സ് കംപ്ലീറ്റ്ലി കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് ABCയുടെ പാരാമീറ്റേഴ്സ് അതുപോലുള്ള കാര്യങ്ങളാണ്. അതായത് സർജ് ഇംപെഡൻസ്, ഡിഫറെൻറ്റ്, അതായത് ഷോർട്ട് ട്രാൻസ്മിഷൻ ലൈൻ, മീഡിയം, ലോങ് ട്രാൻസ്മിഷൻ ലൈൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള ക്ലാസിഫിക്കേഷനും. സോ അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. സോ നമ്മൾ RLC പാരാമീറ്റേഴ്സ് ഇവിടെ അവസാനിച്ചത് ഒന്നുമില്ല, വളരെ കപ്പാസിറ്റൻസ് പറഞ്ഞാൽ ആകെ ഇക്വേഷനിലെ ചെറിയ വ്യത്യാസം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അതുപോലെ പിന്നെ ഇവിടെ ഈ C2 വയർ ഈക്വൽ ടു ഹാഫ് ഓഫ് C1 വയർ എന്നുള്ള വാല്യൂസ്, ബാക്കിയൊക്കെ ഒരുവിധം ഇൻഡക്ടൻസ് ഒക്കെ. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. ഓക്കെ, സോ നമുക്കത് അടുത്ത ക്ലാസ്സിൽ കാണാം.